ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ സീതി +2 ഫുൾ A+ വാങ്ങിയതിൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടി കണ്ണൂരിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. എല്ലാവർക്കും ബൈ. നമ്മുടെ ബ്ലൂടഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സെറ്റാക്കുക. അങ്ങനെ ഞങ്ങൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടു. നമ്മൾ നല്ല തമാശകളെല്ലാം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തിലാനൂർ എന്ന് പറയുന്ന ബൈപ്പാസിൻ്റെ റോഡിൻ്റെ അരികത്താണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ യാത്ര നല്ലൊരു അടിപൊളി യാത്രയാണ്. നമ്മൾ കുട്ടികളും അതുപോലെ തന്നെ എൻ്റെ പ്രായമായ അമ്മയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. നമുക്കറിയാം, ഇന്ന് പലരും പ്രായമുള്ളവരെ വീട്ടിൽ നിർത്തിക്കൊണ്ട്, എല്ലാവരും എന്നല്ല, പല സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോൾ അവരെ ആരും തന്നെ കൂട്ടി പോകാറില്ല. പക്ഷെ ഞാൻ ഒരു വ്യത്യസ്തമായി എൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അവരെയും കൂട്ടിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ പോകാറുള്ളൂ. അവർക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമല്ലേ, അത് നമുക്കൊരു എല്ലാവർക്കും ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്നൊരു അവസ്ഥയാണ്. പ്രായ സമയത്ത് അവരെ നമ്മൾ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ അവരുടേതായ ഒരു സന്തോഷം അവർക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ടൗണിൽ എത്തി. ടൗണിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പയ്യാമ്പലത്ത് അവിടെ എത്തി. എൻ്റെ ഇളയ മകളാണ് ഡോറ് തുറന്ന് അവർക്ക് ഇറങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത്. അപ്പോൾ എൻ്റെ അമ്മയും കൂടി അതിനകത്ത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് പയ്യമ്പലത്തേക്ക് നടന്ന് പോകുന്നതാണ് കാണുന്നത്. നമുക്ക് തീരെ കഴിയുന്നില്ല, എന്നാലും കൂടി നല്ലത് നടക്കുന്നുണ്ട്. പാലത്തിലെ കൂടെ അങ്ങനെ നടന്നു വരുന്നു. പിന്നെ നമ്മുടെ ആയിരങ്ങൾ കുടികൊള്ളുന്ന പയ്യമ്പലത്തിൻ്റെ ശ്മശാനത്ത് അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കാണുന്നത്. അവിടെ എത്രയോ നല്ല ധീര സഖാക്കളും നേതാക്കന്മാരും എല്ലാം കുടികൊള്ളുന്നൊരു സ്ഥലമാണത്, പയ്യാമ്പലം ബീച്ച്. അപ്പോൾ അവിടെ നിന്ന് ചുറ്റിക്കറങ്ങി ഞാൻ പയ്യാമ്പലം കടപ്പുറത്തേക്ക് വരികയാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല കാഴ്ചയാണ്. ലൈറ്റിൻ്റെ ഇതിൽ പയ്യാമ്പലം കടൽ നമ്മൾ നേരിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും അവിടെയുള്ള കാഴ്ച നല്ല ഒരു കാഴ്ചയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോൾ എൻ്റെ ഇളയ മകൾ ശ്രീയ പെട്ടെന്നാണ് എന്നെ കാണുന്നത്. അപ്പോൾ അവിടുന്ന് കണ്ട ഉടനെ എൻ്റെ അരികിലേക്ക് അവൾ ഓടി വരുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ട് എൻ്റെ മുന്നിലേക്ക് അവർ ഓടി വരുന്നതാണ് കാണുന്നത്. എന്തുതന്നെയാലും നല്ലൊരു രാത്രികാലം അടിച്ചുപൊളി തന്നെയാണ് രാത്രിയത്തെ യാത്ര. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പയ്യാമ്പലം തീരത്തെത്തി. അവിടുന്ന് ആൾക്കാർക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെയുള്ള അവരുടെ വിൽപ്പന നടത്തുന്ന സാധനങ്ങളെല്ലാം കണ്ട് നമ്മളെ വിശ്രമിക്കുന്ന സീറ്റിൽ അമ്മയും എൻ്റെ ഭാര്യയും ഇരുന്നിട്ടാണുള്ളത്. ഞങ്ങളങ്ങനെ ചുറ്റുപാടുള്ള ദൃശ്യങ്ങളെല്ലാം പകർത്തി. കുറേ രാത്രിയായാലും നല്ല ആൾക്കാരുണ്ട്, നല്ല വെളിച്ചവും കാര്യമുള്ളത് കൊണ്ട് രാത്രികാലം നല്ല ഇതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ നമ്മളിപ്പോൾ കോളിഫ്ലവർ ഇതാക്കി വാങ്ങാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. അത് നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് സാധനങ്ങളും കാലിയായി. അങ്ങനെ അവർ അവിടുന്ന് കഴിക്കുന്നതാണ് കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, തിരക്കേടില്ല. പക്ഷേ രാത്രി ആയതുകൊണ്ട് കുറച്ച് ചൂട് തണുപ്പിട്ടുണ്ട്. അവിടെയുള്ള കെട്ടിടത്തിൽ വലിയ ബിൽഡിങ്ങാണ് കാണുന്നത്. രാത്രി കാഴ്ചകളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് മെല്ലനെ മടങ്ങി. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തത് കാരണം പഴയ ഒരു സിനിമയുടെ ഒരു ലുക്കാണ് അതിനകത്തുള്ളത്. എൻ്റെ 2 മക്കളാണ് ശ്രീയ. അവരാണ് പാലത്തിലൂടെ നടന്ന് പോകുന്നത്. അപ്പോൾ അവയ്ക്ക് തന്നെ എൻ്റെ അമ്മയും ഭാര്യയുണ്ട്. ഞങ്ങൾ ഇനി കാറിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. നല്ലൊരു
എൻജോയ്മെൻറ്റ് തന്നെയായിരുന്നു രാത്രിയത്തെ യാത്ര. പകലാകുമ്പോൾ നല്ല ചൂടല്ലേ. അങ്ങനെ ഞങ്ങളുടെ വണ്ടിയിൽ കയറി ഇനി ടൗണിലേക്ക് തന്നെ പുറപ്പെട്ട് നമ്മളങ്ങനെ MVK റെസ്റ്റോറൻറ്റ് ലക്ഷ്യം വെച്ച് വരികയാണ്. അങ്ങനെ ടൗണിലൂടെ യാത്ര ചെയ്ത് ഓരോ സ്ഥലം കാണിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവർക്ക്. അവിടെ പോലീസ് ഗ്രൗണ്ടിൽ പല പരിപാടികളും നടക്കുന്നുണ്ട്. നല്ല വിഷുവിൻ്റെ ഏകദേശം ആ ടൈമിനാണല്ലോ. അപ്പോൾ അവിടെ നല്ല പരിപാടികൾ പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കാണിച്ചു കൊടുത്ത് ഞങ്ങൾ MVK റെസ്റ്റോറൻറ്റ് ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഏകദേശം അവിടെ എത്താറായി. അപ്പോൾ അതിനിടയിൽ നമ്മൾ കയറുന്ന വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ടായി, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭക്ഷണം കഴിച്ച് പുറപ്പെട്ടു. അപ്പോൾ ഈ യാത്ര നല്ല അടിപൊളിയായി. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ഞാൻ ഇടും. ഇത് കുറച്ച് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിൽ ചെറിയൊരു അപാകതയിലുണ്ട്. എന്നാലും എൻ്റെ യൂട്യൂബ് ചാനലായ ബുൾട്ടാബിലേക്ക് എല്ലാവർക്കും സ്വാഗതവും നന്ദിയും പറയുന്നു. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.